ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പോൾ മാങ്ങാക്കാലമല്ലേ, എല്ലായിടത്തും നമുക്ക് പച്ചമാങ്ങ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല പച്ചമാങ്ങയൊക്കെ കിട്ടുമ്പോൾ അത് വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ കിട്ടാത്ത സമയത്തും നമുക്ക് അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ നല്ല പച്ചമാങ്ങ കിട്ടിയപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കഴുകി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി മൂക്കാത്ത അങ്ങനെ ചള്ള് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ തൊലി നമുക്ക് അങ്ങനെ കയ്ക്കുന്നതോ അല്ലെങ്കിൽ കട്ടി കൂടുതലുള്ളതോ ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൊലി ചെത്താതെയാണ് മാങ്ങ കഷ്ണങ്ങളാക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചില മാങ്ങയുടെ തൊലി ഭയങ്കര കട്ടിയായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് തൊലി ചെത്തി കളയണം. അപ്പോൾ ഈ ഒരു മാങ്ങയുടെ ഞാൻ തൊലി ചെത്താതെ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ മാങ്ങ ഒരു 3 മാങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തു. അത് മുഴുവനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് ഞെരടി കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ച് ഒരു ദിവസം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു, കണ്ടില്ലേ മാങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ഉപ്പൊക്കെ നന്നായി പിടിച്ച് അതിൽ നിന്നും കുറച്ച് വെള്ളം ഒന്ന് ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില മാങ്ങയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇങ്ങനെ ആ ഒരു ഉപ്പ് വെള്ളം ഇങ്ങനെ ഊറി വരും. ഇതിൽ നിന്നും ഒത്തിരി വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെള്ളമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അച്ചാർ. നല്ലെണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി ഒന്ന് പൊട്ടിച്ചേർക്കണം കേട്ടോ. ഇപ്പോൾ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 4 പച്ചമുളക്, 5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ഒത്തിരി കൂടരുത്, അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളിട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. തീ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒത്തിരി കുറയുന്നില്ല, ചെറുതായി ഒന്ന് കുറഞ്ഞാൽ മതി. കാരണം നമ്മൾ ആ നല്ല ചൂടിൽ തന്നെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടികളുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് മാറി കരിഞ്ഞ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായി ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണേക്കാൾ കുറച്ച് കുറവ് ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് എണ്ണയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തീ എപ്പോഴും വളരെ കുറവിലേ ഇടാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് ചൂടാറിയിട്ട് വെച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം, അതുപോലെ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം, അത് ആ ഒരു ഉപ്പ് വെള്ളമാണ്, അത് 2 ടേബിൾ സ്പൂൺ, പിന്നെ വിനാഗിരി 2 ടേബിൾ സ്പൂൺ, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടി കുറച്ച് ചാറായിട്ട് വേണം നമ്മുടെ മാങ്ങാച്ചാർ എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തത് 1/2 കപ്പോളം എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആ അച്ചാർ കേടാവാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു മിക്സ് നന്നായി തിളച്ച് അതൊന്ന് ചെറുതായി ചൂടാറി കഴിയുമ്പോൾ അതിലേക്ക് മാങ്ങ, നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ആ മസാലയുമായിട്ട് നമ്മുടെ മാങ്ങ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അച്ചാർ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി അച്ചാറാണ് ഇത്. നമുക്ക് എടുത്തു വെച്ചിട്ട് കുറേ നന്നായി പാകമായി കഴിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല അടിപൊളി മാങ്ങാച്ചാറാണ്. ഇനി ഈ മാങ്ങാച്ചാറിൻ്റെ ചൂടാറിയതിന് ശേഷം കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് നമുക്ക് മാങ്ങാച്ചാറ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ എണ്ണ കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആ അച്ചാറിൻ്റെ മുകളിലേക്ക് എണ്ണ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ അങ്ങനെ കേടൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.